إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ബഖറ 224 225 രണ്ടായത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആയത്തുകളാണ് ഇത് രണ്ടും വലാ തജഅലുല്ലാഹ ഉർമതൻ വലാ തജഅലുല്ലാഹ നിങ്ങൾ അല്ലാഹുവിനെ ആക്കരുത് ഉർമതൻ ഒരു വിലങ്ങ് തടിയാക്കരുത് അല്ലെങ്കിൽ ഒരു തടസ്സമാക്കരുത് നിങ്ങളുടെ സത്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് അതൊരു നിങ്ങളുടെ ആ സത്യം ഒരു തടസ്സമാകരുത്. അല്ലെങ്കിൽ കുടുംബബന്ധം മുറിക്കുന്നതിന് ആ സത്യം ഒരു ആ കുടുംബബന്ധം മുറിക്കുന്നതാകരുത് നിങ്ങളുടെ ആ സത്യം എന്നൊക്കെയാണ് പറഞ്ഞതിന്റെ പൊരുൾ. അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിലും അതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വിഷയത്തിലും ഈ സത്യം നിങ്ങൾക്കൊരു വിലങ്ങ് തടിയാകരുത് എന്നാണ്. കാരണം അറബികളെ സംബന്ധിച്ചിടത്തോളം പലതിനും അവർ സത്യം ചെയ്തിരുന്നു, അവരുടെ സ്വഭാവം ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ശേഷം നോക്കുള്ള വിഷയം നിങ്ങൾ പുണ്യം ചെയ്യുന്നതിനും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ ഇസ്ലാഹ് നന്മയുണ്ടാക്കുന്നതിനും ഈ മൂന്ന് കാര്യത്തിനും ഈ സത്യം ഒരു തടസ്സമാകരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് അള്ളാഹുവിനെ നിങ്ങൾ ഒരു വിലങ്ങാക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ പൊരുൾ. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ശേഷമുള്ള അനാവശ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹു പിടികൂടുകയില്ല. ഐമാനിക്കും നിങ്ങളുടെ സത്യത്തിൽ നിങ്ങൾ അറിയാതെ എന്തെങ്കിലും വാക്കുപിഴവുകൾ കൊണ്ട് സത്യം ചെയ്താൽ അതിന്റെ പേരിൽ നിങ്ങളെ പിടികൂടില്ല. കാരണം അറബികൾക്കിടയിൽ ഒരു പ്രയോഗം തന്നെ നൽകുന്നു, വല്ലാഹി വല്ലാഹി എന്ന് പലപ്പോഴും അവർ പറയാറുണ്ട്. അതൊന്നും കൃത്യമായ ഒരു ഉദ്ദേശത്തിൽ പറയുന്നതല്ല, ചില ശീലത്തിന്റെ അടിസ്ഥാനം പറയുന്നതാണ്. അത്തരം സത്യങ്ങളുടെ പേരിൽ അവരെ പിടികൂടുകയില്ല. വലാകിൻ പക്ഷേ നിങ്ങളുടെ ഹൃദയങ്ങൾ സമ്പാദിച്ചതിനെ പിടികൂടും എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ തട്ടി കൃത്യമായ ഉദ്ദേശത്തോടുകൂടിയുള്ള സത്യം ചെയ്താൽ അതിനെ പിടികൂടും. അത് നഷ്ടപരിഹാരം എന്ന് പറയുന്നത് 10 സാധുക്കൾക്ക് ഭക്ഷണമോ വസ്ത്രമോ നൽകലും, അല്ലെങ്കിൽ അതിന് കഴിയാത്തവൻ ഒരു അടിമ മോചിപ്പിക്കലും, അതിനും കഴിയാത്തവൻ 3 ദിവസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കലുമാകും സത്യത്തിൽ നഷ്ടപരിഹാരം. അല്ലാഹു ഗഫൂറുൻ അലീം, അല്ലാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും ഹലീമുൻ സഹനശീലനുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത്. ഇത്രയുമാണ് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.